ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിനിപ്പോൾ പേരിൽ മാത്രം അവശേഷിച്ചാൽ പോലും ഏത് പാർട്ടിക്കായാലും അവർക്ക് ഈ കാര്യത്തിൽ അവിടെ വനിതകളെ യുവതികളെ കയറ്റാൻ പറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാനേ പറ്റില്ല. അതായത് അവരുടെ നിലപാടതായിരിക്കും. പക്ഷേ വിശ്വാസപരമായ താല്പര്യം എന്താണ്, കോടതിയുടെ നിലപാട് എന്താണ്, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന ഒരു നിഷ്പക്ഷ സമീപനത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ 2007 ഈ വാദത്തിന് ശേഷം 2017-ലും 2018-ലും കോടതിയിൽ, സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ വീണ്ടും വാദിക്കുന്നുണ്ട് അടുത്ത കേസ് വരുമ്പോൾ. ആ സമയത്ത് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വാദങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ആ കാര്യത്തിൽ സംശയം ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അയിത്തമാണ് എന്നുള്ളതാണ് കോടതിയിൽ വരുന്ന വാദം. മാത്രമല്ല ഇത് ഈ മതസ്വാതന്ത്ര്യത്തിനെതിരാവും ഇങ്ങനെ അവർക്ക് അങ്ങനെ പ്രവേശനം നൽകാതിരുന്നാൽ. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ നിലയ്ക്ക് പ്രവേശനം നൽകണം എന്ന നിലയ്ക്ക് തന്നെയാണ് പിന്നീടുള്ള വാദങ്ങൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ അതിനുശേഷം കോടതിയിൽ ഇത് വിദഗ്ധ സമിതിക്ക് പോകുമ്പോൾ കോടതിയിലെ ചോദ്യോത്തരങ്ങളിൽ പല സംഗതികളും വരുന്നുണ്ട്. കോടതി തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ സാഹചര്യത്തിനനുസരിച്ച് നിലപാട് മാറ്റുകയാണോ സർക്കാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഇപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൃത്യമായി ആ കാര്യത്തിൽ ഉറച്ച നിലപാടും വ്യക്തമായ അവരുടെ ദർശനവും പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട്. പക്ഷേ CPIM സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഗോവിന്ദ മാഷിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് വളരെ കൗതുകത്തോടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ള പ്രഖ്യാപനത്തെ എങ്ങനെയാണ് അതിനെ ഈ പറഞ്ഞതുപോലെ ഈ പിന്നോട്ട് പോക്ക് എന്ന നിലയിൽ എങ്ങനെ വിമർശിക്കാൻ, നമ്മുടെ ഹെഡ്ലൈനിൽ പോലും അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്ങനെ വിമർശിക്കാൻ കഴിയുന്നത്? കാരണം എന്താണെന്നറിയോ, ആരാണ് ഈ വിശ്വാസികൾ? ഈ സ്ത്രീകൾ എന്താ വിശ്വാസികളല്ലേ? ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് ആവർത്തിച്ച് പറയിപ്പിക്കുകയുമാണല്ലോ ഗോതമാഷ് ചെയ്തിരിക്കുന്നത്. വിശ്വാസികൾ എന്നത് പുരുഷനും സ്ത്രീയും എല്ലാം ഉൾപ്പെടുന്ന, യുവതിയും എല്ലാം ഉൾപ്പെടുന്ന വലിയ സമൂഹമാണ്. ആ സമൂഹത്തിനപ്പുറത്ത് ഇതിൽ ഈ പറഞ്ഞതുപോലെ വിശ്വാസികൾ ശബരിമലയിൽ പോകാൻ തക്കവണ്ണം പറ്റുന്ന, അതായത് ഈ പറഞ്ഞ 10-നും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ ഒഴികെയുള്ള മറ്റുള്ളവരെ മാത്രം ഉൾക്കൊള്ളുന്നതാണോ വിശ്വാസി സമൂഹം എന്ന് പറയുന്നത്? അല്ലല്ലോ, ബാക്കിയുള്ളവരും ഉൾപ്പെടുന്നതാണ് വിശ്വാസികൾ. വിശ്വാസികൾക്കൊപ്പമാണ്. ചിലപ്പോൾ ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ഉണ്ടാവുമല്ലോ. പോയിട്ടുള്ളവർ തന്നെ അത് തന്നെയാണല്ലോ ആവർത്തിക്കുന്നത്, ഞങ്ങൾ വിശ്വാസികളാണ് എന്നുള്ളത് അവർ ആവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം എന്നുള്ള ഉത്തരത്തെ തന്ത്രപരമായ ഒരു വഴുതലായി മാത്രം കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഈ നിലവിൽ ഇതുവരെയുള്ള സമീപനങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടില്ല.